തിരുവനന്തപുരം ജില്ലയിലെ സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജുകളെക്കുറിച്ചും LBS അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം അവിടെയുള്ള അഡ്മിഷൻ സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. തിരുവനന്തപുരം ജില്ലയിൽ ആകെ 14 സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജുകളിലായി ഏകദേശം 1000-ഓളം സീറ്റുകളാണുള്ളത്. അതിൽ പകുതി സീറ്റുകളിലേക്കാണ് LBS മുഖേന അഡ്മിഷൻ നടക്കുന്നത്. അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ് ചാക്ക, CSI കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണം, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് മൺവില, കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആറ്റിങ്ങൽ, നിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിൻകര, PRS കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിൻകര, ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജ് വെഞ്ഞാറമൂട്, സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ്, ശിവഗിരി SN മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് വർക്കല, ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് ശാസ്തമംഗലം, കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, SP ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ് നെടുമങ്ങാട്, രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് വെള്ളറട എന്നിങ്ങനെ 14 നഴ്സിംഗ് കോളേജുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രൈവറ്റ് മേഖലയിലുള്ളത്. ഇതിൽ CSI കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണം, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് മൺവിള എന്നിവിടങ്ങളിൽ മൈനോറിറ്റി കോട്ട സീറ്റുകൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ LBS അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം ഓരോ കോളേജുകളിലും ലഭിച്ച സ്റ്റേറ്റ് മെറിറ്റിലെ കട്ട് ഓഫ് മാർക്കുകൾ നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്നിരിക്കുന്നത് കിംസ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. 291.67 ഇൻഡെക്സ് മാർക്കിനാണ് ഇവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജിലും ഉയർന്ന ഇൻഡെക്സ് മാർക്കിൽ തന്നെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 290.84 ഇൻഡെക്സ് മാർക്കിനാണ് സ്റ്റേറ്റ് മെറിറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അനന്തപുരി നഴ്സിംഗ് കോളേജിൽ 290 ഇൻഡെക്സ് മാർക്കിനാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശിവഗിരി SN മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗിൽ 285.84 ഇൻഡെക്സ് മാർക്കിനും, നിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 283.33 ഇൻഡെക്സ് മാർക്കിനും, SP ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗിൽ 282.50 ഇൻഡെക്സ് മാർക്കിനും, കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 280.83 ഇൻഡെക്സ് മാർക്കിനുമാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 279.17 ഇൻഡെക്സ് മാർക്കിനാണ് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗിനും PRS കോളേജ് ഓഫ് നഴ്സിംഗിലും സ്റ്റേറ്റ് മെറിറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗിൽ 275.84, രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് 275.83, CSI കോളേജ് ഓഫ് നഴ്സിംഗ് 265, നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ് 261.66, സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് 260.01 ഇൻഡെക്സ് മാർക്കുകളിലാണ് സ്റ്റേറ്റ് മെറിറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജ്, അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ് എന്നീ കോളേജുകളിൽ 290 മുകളിൽ ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോറായി വന്നിരിക്കുന്നത് 260.01 ഇൻഡെക്സ് മാർക്കാണ്. സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഈ കോളേജിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിച്ചാൽ ആദ്യ 10 അലോട്ട്മെൻറ്റുകളിൽ 273.34 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 17ാമത്തെ അലോട്ട്മെൻറ്റിൽ 262.5, 261.66, 260.01 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിൽ 3 അഡ്മിഷനുകൾ കൂടി നടന്നിട്ടുണ്ട്. ഈഴവ കാറ്റഗറിയിലെയും BH കാറ്റഗറിയിലെയും VK കാറ്റഗറിയിലെയും ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് മാർക്ക് വന്നതും ഈ കോളേജിലാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ, അതായത് 275 താഴെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾ തീർച്ചയായും ഓപ്റ്റ് ചെയ്യേണ്ട ഒരു കോളേജാണ് സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം. മറ്റൊരു കുറഞ്ഞ കട്ട് ഓഫ് വന്നിരിക്കുന്നത് നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. 261.66 ഇൻഡെക്സ് മാർക്കിനാണ് അവിടെ സ്റ്റേറ്റ് മെറിറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ കോളേജിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിച്ചാൽ 19ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത് കാണാം. പക്ഷേ 10ാമത്തെ അലോട്ട്മെൻറ്റ് വരെ 269.17 ഇൻഡെക്സ് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതായത് 10ാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ 270 ഇൻഡെക്സ് മാർക്കിൽ കുറഞ്ഞ കുട്ടികൾക്ക് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ തീർച്ചയായും ഓപ്ഷൻ വെക്കേണ്ട ഒരു കോളേജാണ് നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ് നെടുമങ്ങാട്. അടുത്ത ഒരു കുറഞ്ഞ കട്ട് ഓഫ് വന്നിരിക്കുന്നത് CSI കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. 265 ഇൻഡെക്സ് മാർക്കിലാണ് ഇവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ കോളേജിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിച്ചാൽ 19ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഈ 265 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയതെന്ന് കാണാം. എന്നാൽ ഇവിടെ ആദ്യ അലോട്ട്മെൻറ്റുകൾ ക്ലോസ് ചെയ്തത് 283.33 ഇൻഡെക്സ് ഉള്ള കുട്ടിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡെക്സ് മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്കായിരിക്കും ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് കൂടുതൽ സാധ്യത. അടുത്തത് രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് വെള്ളറടയാണ്. ഇവിടെ ആകെ 20 സീറ്റുകളാണുള്ളത്. ഈ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്ക് തന്നെ 280.84 ആണ്. ഏറ്റവും കുറഞ്ഞത് 275.83. മറ്റൊരു കോളേജാണ് ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് ശാസ്തമംഗലം. അവിടെയും 20 സീറ്റുകൾ തന്നെയാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിലെ ആദ്യ ഇൻഡെക്സ് മാർക്ക് തന്നെ, സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്ക് തന്നെ 284.17 ഇൻഡെക്സ് മാർക്കാണ്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 275.84 ഇൻഡെക്സ് മാർക്കാണ്.
PRS കോളേജ് ഓഫ് നഴ്സിംഗ്, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നീ 2 കോളേജുകളിലും സ്റ്റേറ്റ് മെറിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 289.17 ഇൻഡെക്സ് മാർക്കിനും ക്ലോസ് ചെയ്തിരിക്കുന്നത് 279.17 ഇൻഡെക്സ് മാർക്കിനുമാണ്. തിരുവനന്തപുരം ജില്ലയിലെ നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന 280 ഇൻഡെക്സ് മാർക്കിൽ കുറഞ്ഞ കുട്ടികൾ തീർച്ചയായും ഓപ്ഷൻ കൊടുക്കേണ്ട കോളേജുകളാണ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ്, PRS കോളേജ് ഓഫ് നഴ്സിംഗ്, ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ്, രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ്, നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ്, സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവ. 290നും 275 ഇൻഡെക്സ് മാർക്കിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഓപ്ഷൻ വയ്ക്കാവുന്ന കോളേജുകളാണ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, SP ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ്, നിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, ശിവഗിരി SN മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവ. LBSന്റെ പോർട്ടലിൽ എല്ലാ കോളേജുകളിലും വന്ന കട്ട് ഓഫ് മാർക്കുകൾ ഓരോ വിഭാഗത്തിൻ്റെയും പ്രത്യേകം തന്നെ തന്നിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ച് ഏതൊക്കെ കോളേജുകളിലാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്കിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കൂടുതൽ ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെ കോളേജുകൾ ഓപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഇൻഡെക്സ് മാർക്ക് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ മാത്രം മതി എന്ന് വിചാരിച്ച് 1-2 കോളേജുകൾ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ റാങ്കിനേക്കാൾ നല്ല റാങ്കുള്ള കുട്ടികൾ ആ കോളേജുകൾ തന്നെ ഓപ്റ്റ് ചെയ്താൽ നമുക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരേ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് തന്നെ റാങ്ക് വളരെ വ്യത്യസ്തമാണ് എന്നത് മനസ്സിലാക്കുക. എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന കോളേജിൽ അവരവർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.